അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, വളരെ അത്ഭുതമായ വ്യത്യസ്തമായ ഒരു ദിക്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ പുണ്യമുള്ള, ആകാശത്തെയും ഭൂമിയെയും നിറയ്ക്കുന്നതായ, ആകാശത്തെക്കാളും ഭൂമിയെക്കാളും മനോഹരമായ ഈ അത്ഭുതങ്ങളുടെ പ്രപഞ്ചത്തെക്കാൾ മനോഹരമായ ദിക്റുകൾ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഉദ്ദേശിക്കുന്നത് എന്തും നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളിത് പ്രാവർത്തികമാക്കുക. നമുക്ക് ഇന്നു മുതൽ ഈ ഒരു ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരംഭപ്പൂവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി മഹാനായ സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വന്ന് പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന ഫുഖറാഅൽ മുഹാജിരീന അതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകരെ നബി മുഹമ്മദ് മുസ്തഫ, ലാളനയുടെയും വാത്സല്യത്തിന്റെയും നിറകുടമായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു വിഭാഗം മുഹാജിറുകളായ പാവപ്പെട്ട ആളുകൾ, പാവപ്പെട്ട സ്വഹാബി വര്യർദാ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവരല്ലേ, പ്രവാചകന്റെ ചാരത്തണയാ, പ്രവാചകന്റെ റിസാലത്തിന്റെ പ്രോജ്വല പ്രഭയൊന്ന് കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിൽ നിന്നും മടർന്നു വീഴുന്ന മൊഴിമുത്തുകളെ പെറുക്കിയെടുക്കാ, തന്റെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനത്തേക്ക് പലായനം ചെയ്ത സ്വഹാബികളല്ലേ മുഹാജിറുകളായ സ്വഹാബികൾ. ആ മുഹാജിറുകളായ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരികയാണ്. അവര് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ്, വല്ലാത്ത വിഷമത്തോടു കൂടിയാണ്, വല്ലാത്ത ദുഃഖത്തോടു കൂടിയാണ് ആദരവായ പ്രവാചകന്റെ അരികിലേക്ക് അവർ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് പറയുകയാണ്, ദഹബ അഹ്ലുദ് ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. അല്ലാഹുവിന്റെ റസൂലേ, പാവപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ, മുഹാജിറുകളായ അൻസാറുകളായ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ സ്വഹാബത്തുണ്ടല്ലോ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അവരിൽപ്പെട്ടവരല്ലേ, ഞങ്ങൾ വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണല്ലോ നബിയേ, ഞങ്ങൾക്ക് സമ്പത്തില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങയുടെ ഖാദിമീങ്ങളല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു വിഷമം പറയാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറയുകയാണ്, അഹ്ലുദ് ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ നബിയേ, സമ്പന്നന്മാരായ സ്വഹാബത്തുണ്ടല്ലോ, അവർ ഉന്നതമായ പ്രതിഫലം കൊണ്ടുപോവുകയാണ് നബിയേ, അവര് വലിയ വലിയ സ്ഥാനമാനങ്ങളിലാണ് നബിയേ, അവര് വല്ലാതെ പ്രതിഫലം കൊണ്ടുപോവുകയാണ് നബിയേ. വന്നഈമിൽ മുഖീം, ശാശ്വതമായ അനുഗ്രഹവും അവര് കൊണ്ടുപോവുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹുവിന്റെ റസൂലേ, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം വലഹും ഫദ്ലുൻ മിൻ അംവാലി യഹജ്ജൂന വയഅ്തമിറൂന വയജാഹിദൂന വയതസദ്ദഖൂൻ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവരും മദീനത്തിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് അങ്ങയുടെ പിന്നിൽ നമസ്കരിക്കാറുണ്ട് നബിയേ.
നബിയേ റമളാനിന്റെ 30 ദിവസത്തെ നോമ്പ് ഞങ്ങൾ പിടിക്കുന്നത് പോലെ അവര് പിടിക്കാറുണ്ട് നബിയേ. സുന്നത്ത് നോമ്പുകളും അവര് പിടിക്കാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാകുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ട് അവര് ഉംറ ചെയ്യുകയാണ് നബിയേ. അവർ അല്ലാഹുവിന്റെ മാർഗത്തില് അതാ സമ്പത്ത് കൊടുക്കുകയാണ് നബിയേ. അവർ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുകയാണ് നബിയേ. അങ്ങനെ സമ്പത്തുകൾ അല്ലാഹുവിന്റെ മാർഗത്തിലായി കൊടുക്കുമ്പോ വലിയ പ്രതിഫലമല്ലേ നബിയേ. ഞങ്ങളാണെങ്കിലോ പട്ടിണി പാവങ്ങളല്ല നബിയേ. ഞങ്ങളതാ അങ്ങയുടെ ഖാദിമീങ്ങളായി അങ്ങയുടെ ചാരത്ത് മാത്രം ഇരുന്നു കൊണ്ട് അങ്ങ് പറയുന്നത് ഞങ്ങൾ പഠിക്കുകയല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കും അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ വണ്ണമായ പ്രതിഫലം ഞങ്ങൾക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, മുഹാജിറുകളായ പാവപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അലാ ഉഅല്ലിമുക്കും ശൈആ തുദ്രികുന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും വലാ യകൂനു അഹദൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ മുൻഗാമികളായ സ്വഹാബത്തിനോ പിൻഗാമികളായ സ്വഹാബത്തിനോ ഇതേവരെ ആർക്കും കൊടുക്കാത്തതായ ഒരു അമലുകളെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞാൻ ഇതേവരെ ജീവിതത്തിൽ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു അമല്. ആ അമലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ടവരായ മുഹാജിറുകളായ സ്വഹാബത്ത് പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്കങ്ങ് പറഞ്ഞു തന്നാൽ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തുസബ്ബിഹൂനാ വതഹ്മദൂനാ വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സഹാബാ, ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലണേ. 33 പ്രാവശ്യം നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയണേ. നിങ്ങൾ 33 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹ് നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു നിഅമത്താണ്, ഒരു സൽക്രമമാണ് നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പറയുക, 33 അൽഹംദുലില്ലാഹ് പറയുക, 33 അല്ലാഹു അക്ബർ പറയുക. എത്ര വലിയ തിരക്കായിരുന്നാലും എന്ത് വലിയ പ്രശ്നമായിരുന്നാലും ഈ ഒരു ദിക്ർ നമ്മൾ ഒഴിവാക്കരുത്. അല്ലാഹു ഇത് ചൊല്ലാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ചൊല്ലിയവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലവും നൽകുമാറാകട്ടെ.